ഒരു 31 സെന്റ് സ്ഥലത്തിനകത്ത് 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട്. ഒരു 2-3 വർഷം പഴക്കമുള്ളതാണ്. അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി വീട്. ആ അടിപൊളി വീടിന്റെ ചുറ്റിലും മരങ്ങൾ കൊണ്ടും ഫ്രൂട്ട്സ് കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ക്രിയേഷൻ ആണ്. അത്ഭുതം തോന്നിപ്പോയി. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു വീടുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഈ വീട് ഇപ്പോൾ വിൽക്കാനിട്ടിരിക്കുകയാണ്. ചോദിക്കുന്ന വില 1,16,00,000 രൂപ മാത്രം. അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അപ്പോൾ 1,16,00,000 രൂപ ചോദിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എന്നെ മറക്കണ്ട, ഞാൻ ബിജു പാല, മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാ മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരിക. നല്ലൊരു വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂവിൻ്റെ ഫ്രണ്ട് വ്യൂ. ഒരു 3-4 വർഷത്തോളം പഴക്കമുള്ള വീട്, അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്. അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഗാർഡനിങ് സംവിധാനം, നല്ല ഗാർഡൻ സംവിധാനത്തോടു കൂടിയുള്ള നല്ലൊരു വീട്. ജസ്റ്റ് ആ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതിനുശേഷം ചുറ്റുവട്ടം ഒന്ന് കറങ്ങിക്കാണാം. വീടിനകത്തേക്ക് കയറിയാൽ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വീട്, നല്ലൊരു വ്യൂവിലുള്ള നല്ലൊരു വീട്, നല്ലൊരു ഗാർഡൻ ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെയാണ് നമ്മുടെ സിറ്റ് ഔട്ട്, എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട്. നമുക്ക് നല്ലൊരു കാർ പോർച്ച് ഉണ്ട്. ഏകദേശം 3-4 വർഷത്തോളമായിട്ടും ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു വീട് ആണ് ഇത്. ഇവിടെ നമ്മുടെ വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു വിശാലമായൊരു സ്വീകരണ മുറി. അവിടെ നല്ലൊരു കളർ കോഡൊക്കെ ചെയ്ത് നല്ലൊരു ഫർണിച്ചറൊക്കെ ചെയ്ത് നല്ലൊരു വ്യത്യസ്തമാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു വീടാണ്. ഇവിടുന്ന് നമ്മുടെ ഡൈനിങ് ഹാളാണ് ഈ കാണുന്നത്. നമ്മളിവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഒരു ഡൈനിങ് ഹാള്. അപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായതുകൊണ്ട് നമ്മൾ കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ആ ഷോർട്ട് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഇത് നല്ലൊരു ഡൈനിങ് ഹാള്, നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള്. 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് തലയോടിക്കാം. അതിനുശേഷം നമുക്ക് ചുറ്റുവട്ടം ഒന്ന് കാണാം. നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ഒരു ഗാർഡൻ നമുക്കിവിടെ കാണാം. നമുക്ക് ആ ഗാർഡനിലൂടെ ഒന്ന് കടന്നു ചെല്ലാം. വിവിധയിനം ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിരിക്കുക. ഇവിടെ നമ്മുടെ ഇതാണ് നല്ല ഒരു കോളങ്ങളായിട്ട് കെട്ടിത്തിരിച്ചുകൊണ്ടുള്ള നല്ല ഗാർഡൻ. ഈ വീഡിയോയിൽ കാണുന്നതിലും മനോഹരമാണ് ഈ വീടിന്റെ ഒരു ആർട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെയാണ് ഈ വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നൊരു മനസുഖമാണെന്നറിയാമോ ഈ സൈഡിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുമ്പോൾ. നല്ല വൃക്ഷങ്ങളുടെയൊക്കെ നടുക്കുകൂടെ നമുക്ക് നടന്നു പോകാം. നല്ല രീതിയിൽ കോളങ്ങളായിട്ട് കെട്ടിത്തിരിച്ചതുണ്ട്. തെങ്ങിലൊക്കെ നല്ല കായ്ച്ചു നിൽക്കുന്ന തെങ്ങ്, ഇതുപോലെ എല്ലാ കാര്യങ്ങളും വ്യത്യസ്തമാക്കി കണ്ടു തന്നെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്ന അടിപൊളി ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് വീടിന്റെ അങ്ങേ സൈഡിലൂടെ ഒന്ന് പോകാം. ഈ മുകളിലേക്ക് കയറിയാണ് ബാക്കിയുള്ള ഏരിയ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മുകളിലേക്ക് കയറുന്നതിന് മുൻപ് നമുക്ക് വീടിന്റെ അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. റൂഫ് വർക്കിനകത്തേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇഷ്ടംപോലെ മുറ്റമുണ്ട്. അപ്പോൾ ഈ മുറ്റത്തിന്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. കിണർ ഈ കാണുന്നതാണ്. ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണർ. അപ്പോൾ ഈ കാണുന്ന മരങ്ങളുടെയോ ചെടികളുടെയോ ഒന്നും പേര് പറയാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ പേര് പറഞ്ഞ് നമ്മൾ വെറുതെ കുളമാക്കുന്നില്ല.
അപ്പോൾ നമുക്ക് ഈ ഇതാണ് നമ്മുടെ വ്യൂ കണ്ടത്. ഇനി നമ്മൾ മുകളിലത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. മുകളിലത്തെ ദൃശ്യങ്ങൾക്ക് പോകുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ റോഡ് നമുക്ക് കാണാം. ഈ റോഡ് നമ്മൾ വന്ന വഴി തന്നെയാണ്, ഇതൊന്നുകൂടി കടന്നു പോവുകയാണ്. ഇവിടുത്തെ ഇതാണ് റോഡ് തന്നെ ഇപ്പുറത്തൂടെയുള്ള നല്ലൊരു വ്യൂ. അപ്പോൾ നമ്മൾ നേരെ ചെറിയൊരു കുട്ടി ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഗേറ്റ് കടന്ന് നമ്മൾ മുകളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് വേറൊരു വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വേറൊരു ലെവൽ, എന്താ അതിന് പറയുക, ഒരു റിസോർട്ട് വൈബാണിത്. അതുപോലെ നല്ല ഒരു ഇതാണ് നമ്മുടെ പുറത്ത് റോഡ് വരുന്നത്. ഈ റോഡ് വരുന്നിടത്ത് നല്ലൊരു പേരൊക്കെ എഴുതി വെച്ച് വെറൈറ്റി കളറൊക്കെ കൊടുത്ത് നല്ല ഒരു ഇതുണ്ട്, ചെറിയൊരു ആർച്ചൊക്കെ കൊടുത്ത്, എന്താ ഇതിന് പറയേണ്ടത് എന്നെനിക്ക് അറിയത്തില്ല. അത്ര മനോഹരമാണ് ഈ വീട്. ഈ വണ്ടി ഇട്ടിരിക്കുന്ന തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് ഏകദേശം ഒരു 18 സെൻറ്റ് 20 സെൻറ്റോ മറ്റോ സ്ഥലം കൂടിയുണ്ട്. അത് ഈ ഓണറുടെ അല്ല, തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലം അതുകൂടി വേണമെങ്കിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ എടുക്കുവാണെങ്കിൽ ഏകദേശം 40-45 സെൻറ്റിനടുത്ത് സ്ഥലം വരും. അത്രയും സ്ഥലത്തോട് കൂടി നമുക്ക് വേണം എന്ന ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ ഈ 31 സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് നമ്മളിപ്പോൾ കാണിക്കുക. അപ്പോൾ നമ്മൾ നല്ലൊരു ഗേറ്റ് കടന്നകത്തേക്ക് കയറുകയാണ്. നല്ലൊരു എന്താ ചെമ്പകം അതുപോലെയുള്ള മരങ്ങൾ, ഇത് നല്ല ഗാർഡന്, മാവ്, അതുപോലെ നല്ല ചെടികൾ, ഇതിനൊക്കെ ഓരോ ഔഷധ ഗുണമുള്ള ചെടികളും അങ്ങനെയുള്ള ചെടികളുണ്ട്. ഇവിടെ ഇരിക്കാനായിട്ടുള്ള ചെയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു ഗാർഡൻ സംവിധാനം മുകളിലോട്ട് കയറുമ്പോഴൊക്കെ നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. വീടിനോടനുബന്ധിച്ച് തന്നെ ഇങ്ങനെ ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട്സൊക്കെ വന്നു, നമുക്ക് ഇവിടെ പോയിരുന്ന് വർത്താനമൊക്കെ പറയും. അങ്ങനെയുള്ള ചെയറുകൾ കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിനകത്തെ മരങ്ങളുടെ ഒന്നും പേര് പറഞ്ഞ് ഞാൻ കുളവാക്കുന്നില്ല, കാരണം എനിക്ക് അതിൻ്റെ ഒന്നും പേര് പറയാൻ കൃത്യമായിട്ട് അന്ന് ഓണർ പറഞ്ഞുവെങ്കിലും ഞാൻ എഴുതി വെച്ചില്ല, മെമ്മറിയിലേക്ക് ബൈഹാർട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിയത്തില്ല. ഇതൊരു കശുമാവ്, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പലതരം മരങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ പലതരം ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ വെച്ചാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊരു മനോഹരമാണെന്ന് നോക്കിക്കേ. ഇത്രയും കൃഷികൾ ഇത്രയും സ്ഥലത്ത് ഇത്രയും മനോഹരതയോടുകൂടി ചെയ്യാൻ പറ്റും എന്ന് ഉള്ളൊരു ഞാനൊരു വണ്ടറടിച്ചു പോയി. കാരണം ഇതുപോലെ ഒരു രീതിയിൽ അത് പ്രത്യേകമായിട്ടൊരു കല വേണം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഈ സ്ഥലവും വീടും കൂടെ കണ്ട്, ഇതൊരു മഴവെള്ള സംഭരണിയാണ്. ഇത്തരം മരങ്ങളും ചെടികളൊക്കെ നനയ്ക്കണമെങ്കിൽ സംഭരണി വേണം എന്നൊരു തോന്നലിൽ ചെയ്തതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു പാർക്ക് പോലെയൊക്കെ കുട്ടികൾക്കൊക്കെ കയറിയിരുന്ന് കളിക്കുവാനൊക്കെയുള്ള നല്ലൊരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പാർക്കിലൂടെയൊക്കെ ഒന്ന് പോവുക. പിന്നെ ചെറിയ ടേബിള്, അതുപോലെ തന്നെ ബെഞ്ചുകൾ, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്ത് സിമെന്റ് കൊണ്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് 2 ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഫ്രണ്ട്സിനോടൊപ്പം അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം വരുന്ന വർത്താനൊക്കെ പറയാവുന്ന രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. 31 സെന്റ് സ്ഥലത്തിനകത്ത് ഇത്രയും സമയം വീഡിയോ കാണിക്കണം എന്ന് കാണിച്ചാലും തീരുന്നില്ല. അതുപോലെയുള്ള ഒരു ക്രിയേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അരച്ചു കൂട്ടാൻ മാത്രമല്ല, അതുപോലെ തന്നെ എണ്ണയ്ക്കും ആവശ്യത്തിനുള്ള തേങ്ങ ഇവിടെ നിന്ന് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ഒരു വീട്ടിലെ ആവശ്യത്തിന് മിച്ചം. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് പാർക്കിനകത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നല്ലൊരു മീൻകുളമുണ്ട്. മീനൊക്കെ വളർന്നു നിൽക്കുന്ന മീനുകളാണ്. അപ്പോൾ മീൻകുളത്തിനോട് സമീപത്തായിട്ട് തന്നെ നമുക്ക് ഇരിക്കാനും വേണമെങ്കിൽ ഒരു ഗ്രില്ലൊക്കെ ചെയ്യുവാനൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം കൂടിയുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ ഒരു ഷട്ടിൽ കളിക്കുവാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല എക്സർസൈസ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സൈഡ് വഴി കയറി നമ്മുടെ എന്താ പറയുക മീൻകുളത്തിൻ്റെ ഒക്കെ അടുത്തേക്ക് പോവുകയാണ്. വിവിധയിനം കപ്പളങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, ഹൈവേയിൽ നിന്ന് വെറും 400-500 മീറ്റർ ദൂരം മാത്രം. അതുപോലെ തന്നെ 31 സെന്റ് സ്ഥലം, 1750 സ്ക്വയർ ഫീറ്റ് വീട്. ചോദിക്കുന്ന വില 1,16 ലക്ഷം രൂപ. 1,16 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ ഒന്നുമില്ലാത്ത ഒരു മേഖല.
അങ്ങനെയുള്ളൊരു മേഖലയിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി നിങ്ങൾ സ്വപ്നം കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കൂ. ഇതാണ് മീൻകുളം എന്ന് പറഞ്ഞത്. കണ്ട മീനൊക്കെ ഓടിച്ചാടി നടക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു മീൻകുളം കണ്ടുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.